ശ്രീ പല്ലിശ്ശേരി പറഞ്ഞതിനകത്ത് 90% യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് ഇത്തവണത്തെ അവാർഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. ശ്രീ അദ്ദേഹം സിനിമയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരു ജേർണലിസ്റ്റാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം എത്രയോ അവാർഡുകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ആ പഴയ അവാർഡിൻ്റെ ആ ഒരു പവിത്രത നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ മുമ്പും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എതിരഭിപ്രായം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എല്ലാ തവണയും കിട്ടാത്തവരും കിട്ടിയവരും തമ്മിൽ എതിരെ. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അല്ല, എന്നാൽ ഇപ്പോൾ പല്ലിശ്ശേരി അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, രാഷ്ട്രീയം, ജാതി, മതം എന്നൊക്കെ പറഞ്ഞതൊക്കെ കുറേയൊക്കെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഇല്ലേ? ഇവിടെ മമ്മൂട്ടിക്ക് കൊടുത്തതോ ഒന്നുകൂടെ ആരും പല്ലിശ്ശേരി ഞാനോ ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ അവിടെ ഒപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്നുള്ളതും പറയാം, അല്ലെങ്കിൽ ഒരാൾക്കും കൂടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ കഥാപാത്രങ്ങൾ കിട്ടുന്നത് മമ്മൂട്ടിക്കൊക്കെ ഒരുപാട് കിട്ടിക്കഴിഞ്ഞു. ആസിഫ് അലിക്ക് ഇനി ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കഥാപാത്രം നാളെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ടോവിനൊക്കെ ഉടനെ ഒന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇനി ഇവരായിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തണം 3 തവണ കൂടുതൽ കിട്ടിയവർ പിന്നെ അവാർഡിന് പരിഗണിക്കില്ല എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ അവരായിട്ട് മാറി നിൽക്കത്തും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഒരു 3 തവണ കൂടുതൽ കിട്ടിയവർക്ക് പിന്നെ കൊടുക്കേണ്ട എന്നൊരു തീരുമാനം വേണമെങ്കിൽ നമ്മുടെ ഇനിയുള്ള സർക്കാരുകൾക്ക് തീരുമാനിക്കാവുന്നു. പക്ഷെ അവിടെ ഒരു മത്സരം ഇല്ലാതാകും. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും അവർക്ക് അവാർഡ് ഉണ്ടാവുകയില്ല, പകരം അതിനേക്കാൾ മോശം അഭിനയം നടത്തിയവർക്ക് അവാർഡ് കൊടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. ഈ പറയുന്ന ഈ ജൂറീസിൽ പകരം ഇതിനകത്ത് കമ്മിറ്റി മെമ്പേഴ്സ് വേറെയാണ്, ജൂറി ചെയർമാൻ വേറെ ആണെങ്കിൽ കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം, ചിലപ്പോൾ വേറൊരാൾക്കായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഈ ഇപ്പോൾ ഫൈനലിൽ വന്നവരാരും മോശക്കാരല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവരത്രയും പേര് വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേയൊക്കെ ഇതിനകത്ത് ലക്കും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയവും എല്ലാം ഇതിനകത്തും ഉണ്ട് കേട്ടോ. അതിലൊന്നും യാതൊരു സംശയം. പല്ലിശ്ശേരി പറഞ്ഞ പോലെ അവാർഡ് പ്രഖ്യാപനം 2 ദിവസം മാറ്റി വെച്ചതിൽ അതിലെന്താ പകതിയാണ് കാണുന്നത്? ഇപ്പോൾ അതിനിടയിൽ സംഭവിച്ചത് മമ്മൂട്ടി സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നതാണ്, പക്ഷെ മോഹൻലാൽ പങ്കെടുത്തില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പല്ലിശ്ശേരി അദ്ദേഹം ഈ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊരു ധാരണ എന്തെങ്കിലും ഇല്ലാതെ അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനൊരു ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അദ്ദേഹം എന്തോ കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ശ്രീ പല്ലിശ്ശേരി, അതിൽ കൂടുതൽ വ്യക്തത വരുത്താമോ? അല്ല, വ്യക്തത വെച്ചാല് ഈ പറഞ്ഞു കേട്ട ചില കാര്യങ്ങളാണത്. ഞാനിപ്പോ പറയുമ്പോൾ എനിക്ക് മമ്മൂട്ടിയോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ 1-ാം തീയതി മാറ്റിവെക്കാൻ കാരണം ഈ റിസൾട്ട് വേറെ ആരൊക്കെയോ കണ്ടിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. അത് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പൊ അതിൽ കുറച്ച് തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ആ തിരുത്തലുകൾ വന്നു എന്നുള്ളത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ നമ്മൾ പറയാണ്ടിരിക്കില്ല. എനിക്കൊരു ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഞാനത് കണ്ടുപിടിക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കാരണം നമ്മളൊക്കെ ഈ ഒരു സിനിമ കാണുമ്പോൾ അതിൽ ജാതി, മതം, രാഷ്ട്രീയം ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ആ കലാസൃഷ്ടി ആസ്വദിക്കുക. അത് മനുഷ്യവിരുദ്ധമാണെങ്കിൽ ഞാൻ എതിർക്കാറുണ്ട്. അത് മതേതരത്വം അല്ലെങ്കിൽ ഞാൻ എതിർക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോ പോയി എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം അത് ശരിയല്ല. നമ്മളും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ യാതൊരു മടിയും എനിക്കില്ല എന്നുള്ളതാണത്. ശരി, താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ മിഥുൻ വിജയകുമാർ, പല്ലിശ്ശേരിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും താങ്കൾ യോജിക്കുന്നുണ്ടോ? അദ്ദേഹം സിനിമാ രംഗത്ത് അദ്ദേഹത്തിന് വളരെയധികം ബന്ധമുണ്ട്. അദ്ദേഹം വർഷങ്ങളായി സിനിമാ രംഗത്തെ മാധ്യമപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നയാൾ കൂടിയാണ്. തീർച്ചയായും പല കാര്യങ്ങളോട് യോജിക്കുന്നു. ഇപ്പം കിഷ്കിന്ധ കാണ്ഡത്തിലെ ശ്രീ വിജയരാഘവന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു മെമ്മറി ലോസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ സെറ്റിൽ ആയിട്ടുള്ള പെർഫോമൻസ് വഴി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവിടെ അഭിനയിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള റോൾസ് ഒന്നും കാണാതെ പോവുക എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇൻഡിപെൻഡന്റ് ജൂറി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് ജൂറി ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിൽ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം ഇങ്ങനെയുള്ള അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെ അവാർഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ആയിരിക്കും ജൂറി തീരുമാനം എടുക്കുക എന്നാണ് നമ്മുടെ ഒരു കോമൺ പ്രഡിക്ഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമകളും ഈ പറഞ്ഞ പോലെ അവാർഡൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയി മാറും. ആ പ്രഡിക്റ്റബിലിറ്റി ഇല്ലാതാക്കാനാണല്ലോ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡന്റ് ജൂറി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ പ്രകാശ് രാജ് അതിന് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പൊളിറ്റിക്കലി ന്യൂട്രൽ അല്ല. അപ്പൊ ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം ജൂറി ചെയർമാൻ തന്നെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ അവാർഡ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ഒരു അവാർഡ്സിന്റെ ഒരു ട്രാൻസ്പെറൻസി അല്ല.
മാത്രമല്ല ഈ വേടനൊക്കെ അവാർഡ് കിട്ടിയതിൽ നമുക്ക് ആർക്കും അത്ഭുതം തോന്നുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ, പൊളിറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേടനെ പോലുള്ള ആളുകൾക്ക് അവാർഡ് കിട്ടും. പിന്നെ ആസിഫ് അലി, ടൊവിനോ ഇവർക്കൊക്കെ പ്രത്യേക ജൂറി പരാമർശം കിട്ടിയ, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയെങ്കിൽ പോലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മെറിറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ സ്റ്റാർ വാല്യൂവിന് മുകളിൽ എന്താ പറയുക വരാനായിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഉള്ളവർക്ക് മുകളിലേക്ക് ഇവർ വരാൻ ഇപ്പോഴും ആയിട്ടില്ല എന്നതാണ് അതിലെ മറ്റൊരു വലിയ മെസ്സേജ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവരെ അക്നോളജ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഇവരുടെ അഭിനയത്തെ അവിടെ അക്നോളജ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റാർ വാല്യൂവിൽ മുകളിൽ നിൽക്കുന്നവർക്ക് ശേഷം മാത്രം മതി എന്നൊരു ലാർജർ മെസ്സേജ് കൂടി അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഇതൊരു എന്താ പറയാ, പോപ്പുലർ സിനിമകൾക്കുള്ള അവാർഡ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്കുള്ള അവാർഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ വലിയ VFX ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉണ്ട്, പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ വലിയ VFX കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വലിയ ആക്സെപ്റ്റൻസ് ഇല്ലെങ്കിൽ, വലിയ തിയേറ്ററുകളിൽ അത് എന്താ പറയുക പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെയുള്ള അവാർഡ്സിനുള്ള അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതാവുക കൂടെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റോ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എത്രയോ കഥകളുണ്ട്, ഈ കോർപ്പറേറ്റ് ബ്ലോക്ക് ബസ്റ്റർ ആവാത്ത എത്രയോ നല്ല നല്ല കഥകളുണ്ട്. അവർക്ക് ഇതൊരു ഡിസ്കറേജിങ് അവാർഡാണ്. അവരെ സംബന്ധിച്ചത് വളരെ ഡിസ്കറേജിങ് ആയി പോകും എന്ന് കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതില് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചൊക്കെ വലിയ എന്താ പറയുക സ്പെഷ്യൽ അവാർഡുകൾ കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് അവിടെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ, എന്താ പറയാ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ നടത്തി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലത്തെ ഒരു സെറിമണി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, ശ്രീ പണിക്കർ, പല്ലിശ്ശേരി പറഞ്ഞ ഈ 2 ദിവസം അവാർഡ് മാറ്റിവെച്ച് കാര്യം, അതിൽ തിരുത്തൽ വരുത്തുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ടാവുമെന്നൊക്കെ, വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നൊക്കെ, അത്രമാത്രം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൽ? അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ചിന്ത തന്നെ എനിക്കുണ്ടായില്ല. അദ്ദേഹം ആ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അതിൽ കമൻ്റ് ചെയ്യാൻ പോലും ഞാൻ അശക്തനാണ്. കാരണം എന്ത് സാഹചര്യത്തിലാണത് പറഞ്ഞത്, മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തിരിക്കുക, ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുക, മെറിറ്റ് അവിടെ പിന്നെ ടോപ്പിൾ ചെയ്യപ്പെട്ടോ, ഈ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എനിക്ക് സാധ്യമല്ല. കാരണം അതിന് കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. പിന്നെ അദ്ദേഹം അവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് തോന്നുന്നത് ഉർവശിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഉള്ളൊഴുക്ക് സിനിമയെക്കുറിച്ചാണെങ്കിൽ അത് കഴിഞ്ഞ തവണയാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന് പരിഗണിക്കപ്പെട്ടതും ഉർവശിക്ക് ആ സമയത്ത് അവാർഡ് കിട്ടിയതാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് നിരവധി അവാർഡുകൾ അല്ലാതെയും കിട്ടിയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിതിൽ കാണുന്നത് ഈ പൊളിറ്റിക്സ് തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു അവാർഡ് കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതല്ല. അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഈ അഭിനയ മികവിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം, എന്തായിരുന്നു കാറ്റഗറി എന്നതിനെക്കുറിച്ച് പറയാം, ഓരോ ഇനത്തിലും എത്രത്തോളം ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇഴകേറി അവർ നിർണയം നടത്തിയത്, ഈ കാര്യത്തിനെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം കെയർഫുൾ ആകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ സർക്കാർ കൊടുക്കേണ്ടിയിരുന്നത് വിവാദം ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു താല്പര്യം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയം തോന്നും. കാരണം ഒന്ന്, പ്രകാശ് രാജ് വളരെ വോക്കലായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നയാളാണ്. 2, അദ്ദേഹം വളരെ ഓപ്പണായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുമായി ബന്ധപ്പെട്ട നിലപാടുകളും പറയുന്നയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ജൂറിയുടെ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് ഈ അവാർഡ് അർഹിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാം. പക്ഷെ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ മുകളിലാണ് സംസ്ഥാന അവാർഡ് എന്നുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് അദ്ദേഹം ചെയ്യുക. അതായത് കേരളത്തിന്റെ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചു, മമ്മൂട്ടി കേരളത്തിന്റെ അവാർഡും അർഹിച്ചു, പക്ഷേ ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത്, തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ ആ സന്ദേശത്തിന് കലയുമായി ഒരു ബന്ധവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആ സന്ദേശം പൂർണ്ണമായിട്ടും പൊളിറ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു ഇടമാക്കിയിട്ട് അദ്ദേഹം ഇതിനെ മാറ്റി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒന്നാമത്തെ വീഴ്ച. 2, നേരത്തെ ഈ ചർച്ചയിൽ ശ്രീ മിഥുൻ തന്നെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച കുട്ടികളുടെ സിനിമ ഇല്ലാത്തത്? ഇപ്പൊ അവരുടെ മുന്നിലേക്ക് വരുന്ന സിനിമകളിൽ ഏറ്റവും മികച്ചത് ഏത് എന്നുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവർക്ക് നടത്താൻ കഴിയുക. അതല്ലാതെ ഏറ്റവും മികച്ച സിനിമ കുട്ടികളുടേത് ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അവാർഡ് കൊടുക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത്. ഏതൊരു അവാർഡ് നിർണ്ണയവും കമ്പാരറ്റീവാണ്. ഇപ്പൊ നമ്മൾ ഓരോ വർഷങ്ങളിലും ഓരോ ആൾക്കാർ സിനിമയിലെ മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, നടി ഇങ്ങനെ കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തേത് 2021 മുതൽ 2025 വരെയുള്ള 5 വർഷത്തെ അവാർഡുകൾ ചേർത്ത് നിർത്തി മറ്റൊരു താരതമ്യം നടത്തി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക?